പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ജലീലാണ്, കോഴിക്കോട് തെക്കേപ്പുറം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ പുണ്യമാസത്തിൽ സക്കാത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ പട്ടിണി പാവങ്ങളെ മറന്നു പോകരുത്. അവർക്ക് വേണ്ടി ഒരു സഹായ അഭ്യർത്ഥനയായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ഈ വീഡിയോ മുഴുവനും കാണാനും കേൾക്കാനുള്ള സന്മനസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതിൻ്റെ അകത്തൊരു നന്മയുണ്ട്, ഒരു സത്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സത്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ നല്ല മനസ്സുകൾക്ക് അയച്ചു കൊടുക്കണം ഈ വീഡിയോസ്. ഇതാണ് TMKയുടെ പ്രവർത്തനം. നിങ്ങൾ കാണുന്ന സത്യത്തിൻ്റെ നേർക്കാഴ്ച. ഈ പുണ്യമാസത്തിൽ ധാരാളം സഹായങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ അത് പ്രവാസികളാകട്ടെ, മറ്റുള്ള സംഘടനകളാകട്ടെ, അർഹതപ്പെട്ടവർക്കാണോ നിങ്ങൾ കൊടുക്കണമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവർക്കും ലഭിക്കട്ടെ. ഇവരെ കാര്യം പറഞ്ഞിട്ട് ഒരു പണ്ഡിതന്മാരും ഇപ്പോൾ വരാനില്ലട്ടോ. ഇന്നുവർക്കും ഒരു സന്യാസിമാരോ ഒരു ഫാദർമാരോ ഇവരെ പ്രയാസം മനസ്സിലാക്കിയിട്ട് വന്നിട്ടില്ല. ഇനി ചിലപ്പോൾ വരായിരിക്കും. പലവട്ടം ഈ വിനീതം വന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ടവരുടെ ശബ്ദങ്ങൾ കണ്ണീരോടെ, സങ്കടങ്ങളോടെ, പ്രയാസങ്ങളോടെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ ഭാഷ മനസ്സിലാവാറ്റായിരിക്കാം. സത്യത്തിൽ ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് പൈസയുടെ ചെലവില്ല. പക്ഷെ ഇവർക്ക് ധാരാളം ആവശ്യങ്ങളുണ്ട്. മനുഷ്യന്മാരാണ് കേട്ടോ. പക്ഷെ തെരുവിൽ കിടക്കുന്ന തെരുവ് നായ പോലും ഒന്ന് കാലോ കയ്യോ ഒടിഞ്ഞാൽ ധാരാളം സംഘടനകൾ, ഗവൺമെൻറ് അതിനെ ഏറ്റെടുക്കാനുണ്ട്. ഈ മനുഷ്യന്മാരെ ഒരു നേരത്തെ വിശപ്പിനോ മെഡിസിനോ വസ്ത്രത്തിനോ ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തിയിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ പറയും. സത്യത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രയാസങ്ങൾ നിരവധിയുണ്ട്. ഒരു നൂലുമുക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യത്വനികാളികൾക്കൊന്നും ചേരാത്തൊരു പ്രവർത്തനമാണ്. പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുള്ളൂ. അവരാവശ്യങ്ങൾ നമുക്ക് നിറവേറ്റി കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടങ്ങളുണ്ട്. നിങ്ങളെ പക്കലേക്ക് ഒരിക്കൽ കൂടി വന്നിരിക്കുകയാണ്. സഹായം ചെയ്യുമോ? നിങ്ങളുടെ അടുത്തുള്ള മറ്റുള്ളൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള സന്മനസ്സുകൾ ഉണ്ടാകട്ടെ. നോമ്പ് 23 ഇനിയും നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ദിവസങ്ങൾ പോകും. വിശക്കുമ്പോഴല്ലേ ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കേണ്ടത് അല്ലേ? ഞാനിങ്ങനെ പറയാനേ പറ്റുന്നുള്ളൂ. എനിക്ക് ഓവറെ സംസാരിക്കാൻ അറിയില്ല. ഇതാണ് എൻ്റെ സംസാരം. സത്യമാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഇതറിഞ്ഞിട്ട് കണ്ടിട്ട് ഇതിൻ്റെ ഒരു സത്യം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ സഹായിക്കണം, കൈവിടരുത്, കൂടെ നിൽക്കണം. നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ 10 പേരുടെ വിശപ്പ് തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് കരുതിയാൽ 10 പേരുള്ള ഡൈപ്പറിന് വാങ്ങിത്തരാൻ സാധിക്കില്ലേ? നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് ഓർത്താൽ 10 പേരുടെ വസ്ത്രങ്ങൾ വാങ്ങിത്തരാൻ സാധിക്കും. ഇതിലുണ്ട് ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ. അറിഞ്ഞ് മനസ്സിലാക്കണം പ്ലീസ്.